അപ്പം അതിന് വേണ്ടിയിട്ട് എൻഗേജ്മെന്റിന് അവനിടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഞാനും നിർമ്മലും പിന്നെ അവന്റെ അവിടുത്തെ ഒരു കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 3 പേരോടെ പോവാന്നാണ് പ്ലാൻ. അപ്പൊ ബ്രാൻഡഡ് ഷോപ്പിൽ അപ്പിടാൻ ഓ സീന് ഇത് മതി എടുത്തോ. ഇപ്പൊ തന്നെ എൻഗേജ്മെന്റ് അതന്നെ എന്തിന് വീഡിയോ തന്നെ വരില്ലേ പിന്നെന്തിനാ എവിടെ മോനെ അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ അമീറിന്റെ കല്യാണം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എൻഗേജ്മെന്റ് ആണ് വരുന്ന 11-ാം തീയതി. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള അതായത് കൂട്ടത്തിലെ ഫ്രണ്ട്സിലെ ആദ്യത്തെ കല്യാണമാണ് വരാൻ പോകുന്നത്. കല്യാണം ഇപ്പൊ തന്നെ ഇല്ല. അപ്പൊ എൻഗേജ്മെന്റ് ഓൾമോസ്റ്റ് 11-ാം തീയതിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻഗേജ്മെന്റിന് അവനിടാനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഞാനും നിർമ്മലും പിന്നെ അവന്റെ അവിടുത്തെ ഒരു കൂട്ടുകാരുണ്ട്. ഞങ്ങൾ 3 പേരോടെ പോവാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സമയമില്ല, ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് ആയി. എന്തായാലും ഇന്ന് കുറച്ച് ഷർട്ടും പാന്റും അതുപോലെ ഷൂസും പരിപാടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവന്റെ കല്യാണമാണെങ്കിലും മറ്റു പരിപാടികളൊക്കെ നമ്മൾ ഇതുപോലെ വ്ളോഗ് ആക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോകുന്നല്ല, അപ്പൊ തുടക്കം മുതലേ ഇത് രജിസ്റ്റർ ചെയ്ത് വെക്കാമല്ലോ. ഞങ്ങൾക്കും കുറെ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു വീഡിയോ ആയിട്ടൊക്കെ കാണുമ്പോൾ രസമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ പരിപാടി ഇതാണ്. നമ്മളിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോട്ടയ്ക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ചെയ്തത്. അപ്പൊ അവരൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നേരെ നിർമ്മലെടുത്ത് പോകണം. അതിന് ശേഷം അവനെ പിക്ക് ചെയ്തിട്ട് വേണം അമീറിന്റെ വീട്ടിൽ പോകാൻ. അവിടെ നിന്ന് കാർ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വേറെന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, പോയിട്ട് വരാൻ ഗൈസ്. നമുക്ക് അടുത്ത നിർമ്മലിന്റെ വീട്ടിൽ പോട്ടെ, അവിടെ നിന്ന് കാണാം. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മളിത് നിർമ്മലിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നിർമ്മല മോനെ കാണില്ലല്ലോ, ചെക്കൻ പോയിന്. നമുക്ക് നിർമ്മലിനെ അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ. അപ്പൊ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് അങ്ങനെ പോയതെന്നാ പറഞ്ഞത്. അപ്പൊ അത് തിരിച്ച് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഞങ്ങളിത് നേരെ ഇനി അമീറിന്റെ വീട്ടിൽ പോകണം. അതിന് മുന്നേ ഒരു കടയിൽ കയറിയിട്ട് സാധനം മേടിക്കാനുണ്ട് അവന്റെ വീട്ടിലേക്കുള്ള. അത് കഴിഞ്ഞിട്ട് വേണം ഇനി കോട്ടയ്ക്ക് പോകാൻ. ഇപ്പൊ തന്നെ സമയം ഏകദേശം 8:05. ഗൈസ് അങ്ങനെ നമ്മൾ അമീറിന്റെ വീട്ടിലെത്തിയിട്ടാ. എന്റെ വീട് ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പൊ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളിലേ. ഞങ്ങളിത് വണ്ടി എടുത്തിട്ടാണ് പോണേ. ഇവിടുന്ന് കാർ എടുത്തിട്ട് പോകുന്നത് കോട്ടയ്ക്കലേക്കാണ് പോകുന്നത് കേട്ടാ. നിർമ്മല ഓക്കെ അല്ലേ? പിന്നെ കുറെ ദിവസമായി ഇവന്റെ വീട്ടിലെത്തിട്ട്. ഇവൻ പ്രാവശ്യം വന്നതിന് ശേഷം 2 ആഴ്ച കണ്ട ഇപ്പോഴാണ് ആദ്യമായിട്ട് വരുന്നത് ഇവിടെ അവനെ കാണാൻ വരുന്നത്. കുഴപ്പമില്ല. എന്തായാലും നൈസ്. ആദ്യം തള്ളി മറിച്ചാണ്. അത് എഞ്ചിനീയർ ആണ്, ഇൻഫോസിസിലാണ്. ഇങ്ങനെ അന്വേഷണത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടാവല്ലോ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അത് അങ്ങനെ വിചാരിച്ചു കണ്ട് ഓല് ഇത് പറയാ, ഇത് കൂടുതൽ പ്രതീക്ഷിക്കോ മൊത്തത്തില് സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു 3 മാസത്തെ സാലറി 3 മാസം സാലറി ടിക്കറ്റിനോ അപ്പൊ നമ്മളിത് കോട്ടയ്ക്കൽ എം ലോഞ്ചിലാണ് വന്നിരിക്കുന്നത്. കോട്ടയ്ക്കൽ എം ലോഞ്ച് ഇവരൊക്കെ അവിടെ ഉണ്ട്. കേറില്ലേ? കേറാം. ഇത് ലേഡീസ് മാത്രമല്ലല്ലോ. എടാ നിക്കറ് കീറുവോ? മേലാണ് ഓക്കെ അല്ലേ? എല്ലാരും ഏകദേശം അമീർ സാലറി ഒക്കെ കയറിയത് കൊണ്ട് എല്ലാം സെറ്റ് അല്ലേ? പണ്ട് അത്രയ്ക്ക് വേണോ? ഇൻഫോസിസിൽ സാലറി ആണ്, ഷെയർ അല്ല. അതും മനസ്സിലാക്കണം. എവിടെ ഇതെത്ര ഇതാണല്ലോ സംഭവം. കുറച്ച് തപ്പിട്ട് പണി എന്നൊരു അവസാനം തന്നെ എടുക്കുന്നു മച്ചാ. അടുത്ത ആഴ്ച എന്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ പിന്നെ ഇട്ടണം ഡ്രസ്സ്. അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുന്നു. സെക്കൻഡ് നമുക്ക് പ്രത്യേകിച്ച് അതായത് സ്പെഷ്യലായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഒത്തില്ല ഷെബീബിന് ഇത് മതി. ഇങ്ങനത്തെ ആയാലും എന്താ ഇത് വേറെ കുറച്ചുകൂടെ ഒരു ഇതെല്ലാം നല്ല ദിവസം ഉണ്ടല്ലേ? നല്ല കളറ് പച്ച ലൈറ്റ് ഒരു പച്ചല്ലേ. പിന്നെ ഇതിലൊക്കെ ഉണ്ട് അതൊക്കെ ഈ ടൈപ്പ് ഷൈനി വരുന്ന സാധനമാണ്. ഈ കളറൊക്കെ രസമല്ലേ? ഇതൊക്കെ പിന്നെ സ്ഥിരം കാണും. എടാ ഇങ്ങനെ ഇത് നോക്കിയേ. എടാ ഇത് നോക്കിയേ ഗ്രീൻ നോക്കിയേ. കളർ എന്താ താല്പര്യം? മരത്തിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാക്ക് എന്താ ഒന്ന് മടക്കിക്കേ. ഇത് ഇന്നേ ജസ്റ്റ് ചുമ്മാ ഒന്ന് മടക്കിയത്. താഴെ മടക്ക്. ഇവിടെ തന്നെ ഇന്ന ചെയ്യാൻ പറയാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു.
ഓക്കെ ഓക്കെ വേഗം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടൊക്കെ അല്ലേ ഇത് അടിക്കും. ഓ സീന് ഇത് മതി എടുത്തോ ഇപ്പൊ തന്നെ എൻഗേജ്മെന്റ്. രസമുണ്ട് ഇപ്പൊ പൊതുവെ എടുക്കുന്ന സൈസിനേക്കാൾ. അതന്നെ എന്തിന് വീഡിയോ തന്നെ വരില്ലേ പിന്നെന്തിനാ. അത് കഴിഞ്ഞിട്ടല്ലേ ഇത്. ഓക്കെ അല്ലേ എന്ത് വന്നാലും വേണ്ടില്ല നെയ്യ് പൊരിച്ചാലും വേണ്ടില്ല ഏതേ ഒന്ന് ചാമ്പണം. പോയോട്ടെ റൂമിൽ പോയിട്ടുണ്ട്. എന്താ പരിപാടി എന്തായി ഫിറ്റാ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി. ഇത് ഫ്ലെക്സിബിൾ ആണല്ലോ. അല്ല അങ്ങനെ വേണ്ട. അല്ല ഈ ചിക്കൂല് തന്നെ ഡാർക്ക് വരില്ലേ ഇപ്പൊ ഇങ്ങനത്തെ പോലെ. അത് ഭയങ്കര ലൈറ്റ് അല്ലേ എടുത്തേ. ആ ഇങ്ങനത്തെ കളറൊക്കെ ഞാൻ ഉദ്ദേശിച്ചു കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട്. അതൊന്നിട്ട് നോക്കിയേ ആ പാൻറ് ഒന്നിട്ട് നോക്കിയേ. അതിലേക്ക് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബെൽറ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ അതിലേക്ക് അങ്ങനത്തെ ഒരു സ്യൂട്ട് ആയിട്ടുള്ള ഷൂ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആ പാന്റിന്റെ കളർ നോക്കിയാ ലൈറ്റ്. ആ രണ്ടു വേണം ഇട്ട് നോക്കിയാ വേറെ ലൈറ്റ്. ഇതിങ്ങനെ കാണുന്നതല്ല കേട്ടോ. കളറിൽ മാറ്റമുണ്ട്. എന്തായാലും കൊടുത്തേക്കാം. ഇവിടെ ഞാൻ ആലോചിച്ചിട്ട് പോലും പക്ഷെ പറഞ്ഞപ്പോ എനിക്കൊരു ഇതാ ഇത് കുറച്ച് ഡാർക്ക് അല്ലേ. എന്തായാലും നോക്കാം. ഇത് ഏതായാലും നമുക്ക് അയച്ചു കൊടുത്ത് നോക്കാം ഫോട്ടോ. എങ്ങനെയുണ്ട് ഇത് ഓക്കെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല ലേഡീസിന്റെ ഒരു മറ്റേ കോസ്റ്റ്യൂം സെൻസ്. അതുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇവനത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നുള്ളത്. ലേഡീസിന്റെ എനിക്ക് അറിയാം. ഇത് ഫിക്സ് അല്ലേ? അപ്പൊ കൈസ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കണ്ട. ഓക്കെ ഇനി എന്താ ഷൂ ഉണ്ട് അതിലേക്ക്? അല്ല ഷൂ എടുക്കണ്ടേ? പക്ഷെ ഇന്റെ ആ പച്ച ഷർട്ട് ആ സാധനം കിട്ടിയില്ല. ഞാൻ എടുത്തേനെ ഗൈസ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് നമ്മൾ എടുക്കും. പക്ഷെ ഇതിന്റെ ചെറിയ സൈസ് ഇല്ലാതെ. പക്ഷെ ഇതിൽ ഫോണിൽ കണ്ട വേറെ കളറ് ഉണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ഒരു പച്ച കളറാണ് കേട്ടോ. ഒരു ലൈറ്റ് ഇതൊരു ലൈറ്റ് പച്ചയാണ്. ഇത് വേറൊരു കളർ പോലെയാണ് കിട്ടുന്നത്. അതെ ഇവനെ ഈ കാണുന്ന നിറമൊന്നുമില്ല. ഒക്കെ കറുത്തിരിന്റെ കിടക്കുക. അതില് കുറച്ച് ക്യാമറ കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കാണിക്കാണ്ട് എന്റെ മോനെ ഇപ്പൊ ഇതിലും വെളുപ്പില്ല. അപ്പൊ ഗൈസ് നമ്മൾ സാധനം എടുത്തോട്ടാ. ഏതോ 2 കോംബോ സെറ്റ് ആക്കിയിട്ട് എറി ക്യാഷ് ആയിട്ടുള്ള പരിപാടി. ഓ കാർഡ് പരിപാടി കഴിഞ്ഞ ശേഷം കയറ്റിയാൽ മതി. മെസ്സേജ് ഒക്കെ വന്ന് ഇതാ വെച്ചിട്ടോ. ഇതല്ല സെൻട്രലാണ്. ഇത് ജെൻസ് ആണ്. ലേഡീസ് തന്നെ നല്ല ഡ്രസ്സല്ലേ ഗൈസ്. ഇവിടെ അതായത് ഇവിടെ ലേഡീസിനൊക്കെ പറ്റിയ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. ഷർട്ട് ബോയ്സിന് ഇത് ജെൻസിന് പറ്റിയ അങ്ങനെ കൂടുതൽ ഐറ്റംസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊന്നും കണ്ടില്ല. എനിക്ക് ഒരു ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് സൈസ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നൈസായിരുന്നു. നമുക്കത് നമ്മളിത് ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങിയിട്ടാ. ഇവനാട്ടോ പർച്ചേസ്. അയ്യോ ഇതിനുള്ളിൽ പുറത്തൊരു സുഖമില്ലല്ലോ. അതല്ല ഓക്കെ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്തെടുക്കാനുള്ള നമുക്ക് ഷൂ എടുക്കാണ്ട് പിന്നെ മറ്റേ എളാപ്പാക്ക് ഒരു ഓട്ടോന്റെ പാന്റ് എടുക്കാണ്ട് എന്നാവാൻ പറഞ്ഞിട്ട്. അതിന് ഇനി നമ്മള് ഫ്രഷ് ഡയലോഗൊന്നും അടിക്കണില്ല ഓട്ടോന്റെ പാന്റിന്. നല്ലൊരു സാധനം ഉണ്ട്. ഞാൻ കട്ട് ചെയ്തിട്ട് പറഞ്ഞോളാം. ഞാൻ ഈ ഓട്ടോക്കാ പോണേക്കും. അല്ല നമ്മൾ കാറിൽ എന്ന് പറയും. അല്ലടാ അപ്പൊ നമ്മൾ ഓട്ടോക്കാ പോണേ. ഓ ഒന്ന് ടിക്കാടോ അല്ലെങ്കിൽ വുഡ്ലാൻഡ് പോയപ്പോ ലെതർ പ്ലാന്റ് അല്ല അങ്ങനെ. ഓ ഗൈസ് അപ്പൊ നമ്മളിത് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഷൂ കിട്ടിയില്ല കേട്ടോ. നമുക്ക് ഷൂ കയറി ഷോപ്പിൽ നിന്ന് ഷൂ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ഷോപ്പ് കയറിയില്ലേ? ഒന്നില് കയറി നല്ലൊരു ഷോപ്പ് കയറി. പിന്നെ പറ്റിയ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ കൊറേ തെണ്ടിയമായിട്ടുള്ള വർത്താനാണോ പറയുന്നത്. മെല്ലെ പറയും. കുറച്ച് കൂട്ടി വേറെ ഒന്നല്ല ചെറുമട്ടത്തിൽ നിന്ന്. അപ്പൊ നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിട്ടാ. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചിക്കൻ പൊള്ളിച്ചതും അൺലിമിറ്റഡ് റൈസും മനസ്സിലാം ഗൈസ്. അപ്പൊ നെയ്ച്ചോറും അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും അപ്പൊ കഴിച്ചിട്ട് വരാം ഗൈസ്. മജ ഫുഡൊക്കെ ആയിരുന്നില്ലേ? അപ്പൊ ഗൈസ് ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നട്ടാ. മജ
ഞാൻ ഇതിന്റെ ചെലവായിട്ട് കണക്കാക്കരുത് എൻഗേജ്മെന്റിന്റെ ഇത് നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചോം തിന്നുകാണ്ട് എൻഗേജ്മെന്റിന്റെ ഇത് ഡ്രസ് എടുക്കാൻ പോയതിന്റെ ഒരു ഇത് മാത്രം. മച്ചി ഓക്കെ അല്ലേ? സിബിയ 100%. സിബിയ ഓക്കെ ആണെന്ന്. ഉമ്മ വിളിക്കുന്നതിന്റെ ഒരു ഇടങ്ങേറ് മാത്രമേ ഉള്ളൂ. ശരി എന്നാ. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നടുത്ത് വീട്ടിലെത്തിയിട്ട് കാണാം.